ഹലോ എവറിബഡി, വെൽക്കം ടു ഡോട്ട്സ് അക്കാഡമി. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഉടൻ വരുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു എക്സാം നോട്ടിഫിക്കേഷനാണ് കേരള ഹൈക്കോർട്ട് അസിസ്റ്റൻ്റ് എക്സാമിൻ്റേത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. എന്തായിരിക്കാം ഇതിൻ്റെ ഒരു ഏജ് ലിമിറ്റ്, അതേപോലെ തന്നെ എക്സാമിൻ്റെ പാറ്റേൺ എങ്ങനെയായിരിക്കാം, അതേപോലെ എത്ര ഗ്യാപ്പ് നമുക്ക് എക്സാം നോട്ടിഫിക്കേഷനോ എക്സാമിൻ്റെ ഇടയിലായിട്ട് നമുക്ക് കിട്ടും, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ്. എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം എല്ലാവർക്കും ഒരു സംശയമുള്ള കാര്യം ഏജ് ലിമിറ്റ് ആയിരിക്കും. അപ്പോൾ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഇപ്പം നമ്മുടെ കയ്യിലുള്ളതെന്ന് പറയുന്നത് കഴിഞ്ഞ വർഷങ്ങളിൽ നടന്ന എക്സാമിൻ്റെ ഒരു ഏജ് ലിമിറ്റ് വെച്ചിട്ട് മാത്രമാണ്. ഇപ്പം ഈ 2 വർഷം കൂടുമ്പോഴാണ് ഈ എക്സാം നടക്കുന്നത്. 2019 നടന്നിട്ടുണ്ട്, 2021 അവസാനമായിട്ട് നടന്നത്. അപ്പോൾ ആ സമയങ്ങളിലെല്ലാം തന്നെ ഒരു ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18-നും 35-നും ഇടയിലാണ് ഏജ് ലിമിറ്റ് വരുന്നത്. 18 to 35 ഇയേഴ്സാണ്. 36 ആ ഒരു ഗ്യാപ്പ് വരും, അത് 18 to 35 ആണ്. അപ്പം നമ്മുടെ ഒരു റേഞ്ച് എന്ന് പറയുന്നത് 18 വയസ്സ് മുതൽ 35 വയസ്സ് വരെയുള്ള ഒരാൾക്ക് ഈ പറയുന്ന ഈ എക്സാം അപ്ലൈ ചെയ്യാൻ പറ്റും, അതേപോലെ തന്നെ എഴുതാനും പറ്റും. ജനറൽ കാറ്റഗറിയുടെ കാര്യമാണ് പറയുന്നത്. അല്ലാത്ത കാറ്റഗറി, റിസർവ്ഡ് കാറ്റഗറീസ് ആണെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു ഇളവ്, റിലാക്സേഷൻ ലഭിക്കുന്നതായിരിക്കും. ഇനി നമുക്ക് നോക്കേണ്ടത് ഈ എക്സാമിൻ്റെ ഒരു പാറ്റേൺ എങ്ങനെയാണെന്നുള്ളത്. അത് പലർക്കും സംശയമുള്ളതാണ്. ഇപ്പം നമ്മുടെ കയ്യിലുള്ളത് 2019 അതേപോലെ തന്നെ 2021 പാറ്റേൺ ആണ്. അപ്പോൾ ഇതിൽ നമ്മൾ കാണുന്നത് ശരിക്കും 2 സ്റ്റേജ് ഓഫ് എക്സാം ആണ്. 3 സ്റ്റേജസ് എന്ന് പറഞ്ഞാൽ 2 സ്റ്റേജാണ് വരുന്നത്. അതായത് റിട്ടണും അതേപോലെ തന്നെ ഇൻ്റർവ്യൂവും ആണ് വരുന്നത്. അല്ലെങ്കിൽ റിട്ടേൺ തന്നെ നമുക്ക് 2ആയിട്ട് ഡിവൈഡ് ചെയ്യാം. റിട്ടേൺ ഒബ്ജക്റ്റീവ് എക്സാം ഉണ്ട്. റിട്ടേൺ ഒബ്ജക്റ്റീവ് എക്സാം എന്ന് പറയുമ്പം നമുക്കറിയാം MCQ ആണ് വരുന്നത്. അതുപോലെ തന്നെ അതേ ദിവസം തന്നെ വരുന്ന മറ്റൊരു എക്സാമാണ് റിട്ടേൺ ഡിസ്ക്രിപ്റ്റീവ് ആണ്. ഡിസ്ക്രിപ്റ്റീവ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ എസ്സേ ഒക്കെ എഴുതുന്ന പോലെയുള്ള എഴുത്ത് പരീക്ഷയാണ് വരുന്നത്. അപ്പം ഇങ്ങനെയാണ് ഒരു റിട്ടേൺ എക്സാമിൻ്റെ ഒരു പാറ്റേൺ വരുന്നത്. പിന്നീട് ഇത് കഴിഞ്ഞതിന് ശേഷം, ഇതിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷമാണ്, ഇതിൻ്റെ മാർക്സ് വന്നതിന് ശേഷമാണ് അടുത്ത എക്സാം വരുന്നത്, അടുത്ത ഒരു സ്റ്റേജ് വരുന്നത്. അതെന്ന് പറയുന്നത് ഇൻ്റർവ്യൂ ആണ്. നമുക്ക് എക്സാമിൻ്റെ സ്റ്റേജസ് മാത്രം അറിഞ്ഞാൽ പോരെ. അപ്പം നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരു വ്യക്തിക്ക്, അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യണം എന്ന് ആഗ്രഹമുള്ള വ്യക്തിക്ക് തീർച്ചയായിട്ടും അതിൻ്റെ ഒരു പാറ്റേൺ എങ്ങനെയാണ്, അതിൽ എന്തൊക്കെയാണ് കാര്യങ്ങൾ ചോദിക്കുന്നത്, എത്ര മാർക്സ് ആണ് എന്നുള്ളതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പം ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഈ റിട്ടേൺ ഒബ്ജക്റ്റീവ് എക്സാമിൻ്റെത് 100 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരുന്നത്. 2021 കാര്യമാണ് പറയുന്നത്. അപ്പോൾ 100 ചോദ്യങ്ങളും അതേപോലെ തന്നെ 100 മാർക്സുമാണ് വരുന്നത്. സമയം 75 മിനിറ്റ്സ് ആണ്, 75 മിനിറ്റാണ് സമയം വരുന്നത്. നെഗറ്റീവ് മാർക്സ് ഉണ്ട്. 1/4 ആണ് നെഗറ്റീവ് മാർക്ക്. 2019 1/3 ആയിരുന്നു നെഗറ്റീവ് മാർക്ക്. 2021 വന്നപ്പോഴേക്കും 1/4 ആയി നെഗറ്റീവ് മാർക്ക് എന്നുള്ളത്. സെക്ഷൻസും ശ്രദ്ധിക്കുക. സെക്ഷൻ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ഉണ്ട്, അതേപോലെ തന്നെ മാത്സ് ആൻഡ് റീസണിങ് ഉണ്ട്, GK ഉണ്ട്. പക്ഷേ ഇതിൽ ഇംഗ്ലീഷിൻ്റെ ഇമ്പോർട്ടൻസ് വളരെ വളരെ കൂടുതലാണ്. കാരണം ഇംഗ്ലീഷിൽ 50 ആകെ 100 ചോദ്യമേ ഉള്ളൂ. അതിൽ 50% എന്താ വരുന്നത്, ഇംഗ്ലീഷാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അതിൽ ഗ്രാമർ വരുന്നുണ്ട്, വൊക്കാബുലറി വരുന്നുണ്ട്, എല്ലാം നല്ല കാര്യമായിട്ട് തന്നെ ചോദിക്കുന്നുണ്ട്. സോ ഇംഗ്ലീഷ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ്. അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു സെക്ഷൻ എന്ന് പറയുന്നത് GK ആണ്. 40 ക്വസ്റ്റ്യൻസ് GK എന്ന് വരുന്നുണ്ട്. അപ്പോൾ GK എന്ന് പറയുമ്പോൾ എല്ലാം ഉൾപ്പെടുന്നുണ്ട് അതിനകത്ത്. പിന്നെ മാത്സും റീസണിങ് കൂടി ഒരുമിച്ചാണ് 10 ചോദ്യങ്ങൾ വരുന്നത്. സോ ദാറ്റ് മീൻസ് 10 മാർക്ക് ആ സെക്ഷനിൽ തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഇതേ ഒരു പാറ്റേണിൽ ഇനിയിപ്പം പഠിച്ച് തുടങ്ങേണ്ട ആൾക്കാർ ചെയ്യേണ്ടത്, പഠിച്ചു തുടങ്ങേണ്ട ഒരു ആസ്പിറേറ്റ് ചെയ്യേണ്ടത് ഇതേ ഒരു പാറ്റേണിൽ പഠിച്ചു പോകുക എന്നുള്ളതാണ്. എന്തായാലും ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഒരു വൈറ്റൽ, ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷൻ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുക. പിന്നെ GK ഇല്ലാത്ത സാധാരണ ഒരു എക്സാം ഉണ്ടാവുന്നില്ല. അപ്പോൾ GKയും എന്തായാലും കണ്ടിന്യൂ ചെയ്യുന്നുണ്ടാകും, പഠിച്ച് തുടങ്ങിയിട്ടുണ്ടാകും ഓൾറെഡി. അപ്പോൾ അത് കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ മാത്സ് ആൻഡ് റീസണിങ് അത്യാവശ്യം നന്നായിട്ട് തന്നെ നോക്കി പോകേണ്ടതാണ്. പക്ഷേ ഇംഗ്ലീഷിൽ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. കാരണം ഇംഗ്ലീഷിൽ അത്രയും മാർക്സും അത്രയും വെയിറ്റേജ് ഇംഗ്ലീഷിന് വരുന്നുണ്ട്. ഒരൊറ്റ പ്രിപ്പറേഷൻ കൊണ്ട് ഒന്നിലധികം എക്സാമുകൾക്ക് തയ്യാറെടുക്കണം. വരൂ, ഡോട്ട്സ് അക്കാഡമിയുടെ ഭാഗമാകും. SSC PSC കോംബോ, SSC ബാങ്ക് കോംബോ, എക്സ്ക്ലൂസീവ് SSC, എക്സ്ക്ലൂസീവ് ബാങ്ക് എന്നീ കോച്ചിങ്ങുകൾക്ക് തിരുവനന്തപുരത്തും കൊല്ലത്തും ബാച്ചുകൾ. നിങ്ങളുടെ വീടിന്റെയും ജോലി സ്ഥലത്തിന്റെയും സൗകര്യത്തിൽ നിന്ന് പഠിക്കാൻ ഓൺലൈൻ ബാച്ചുകൾ. അപ്പൊ ഇനി എന്തിനു കാത്തിരിക്കണം? വരൂ ഡോട്ട്സ് അക്കാഡമിയിലേക്ക്. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട്